ഒരുപാട് പേര് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീരിയൽ ചെയ്യുന്നവർ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് ഇപ്പം എനിക്ക് അങ്ങനെ വലുതായിട്ട് തോന്നുന്നില്ല. ഒരുപാട് ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഇനി പോവാൻ ഒരുപാട് മാറും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് തുടങ്ങിയത് സീരിയലിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു 19 ഇയേഴ്സായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് തുടങ്ങിയത് സീരിയൽസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയി ഫിലിമാണ് ചെയ്തത്. പിന്നെ കുറേ നാൾ ഞാൻ ഫിലിം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇപ്പോൾ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും എനിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഡിഫറൻസ് അതിൽ ഒരുപാട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണി പാർവതിയിലെ കഥാപാത്രം, പാർവതി എന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കുന്നത് വേറെ ഏതോ ഒരു ചാനലിൽ, സൂര്യ ചാനലിലാണ്. ഞാൻ ഇങ്ങനെ ലൊക്കേഷനിൽ വരുന്നപ്പോൾ എൻ്റെ ചോദിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് റേറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 6:30 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അത് കാണണമെന്നില്ല. വീട്ടിലെ അമ്മമാരല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് വരുന്നവരൊക്കെ കുറേ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പാർവതിയുടെ വിശേഷങ്ങളെന്ന് പറയുക, എന്താണ് കഥാപാത്രത്തിൻ്റെ പേര്, എന്താണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത് 300 നിറവിൽ? ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സുശീല എന്നാണ്. ഒരു അമേരിക്കക്കാരിയായ കുറച്ച് ജാടയൊക്കെയുള്ള, കുറേ അഹങ്കാരമൊക്കെയുള്ള, പൊങ്ങച്ചമൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റേത്. ഈ ഒരു സീരിയലിലേക്ക് ഞാൻ വരുന്നത് ഒരു 150 എപ്പിസോഡ്സൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ വന്ന് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത്രയും എപ്പിസോഡ്സ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി ലൈനും ആ ഒരു മേക്കിങ്ങും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ നോർമലി കാണുന്ന പോലത്തെ ആ ഒരു പാറ്റേൺ, ആ ഒരു കഥയല്ല ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആർട്ടിസ്റ്റ് ആയാലും ഇതിൻ്റെ ടെക്നീഷ്യൻസ് ആയാലും എല്ലാവരും ഇത് ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നതാണ്. നമുക്കൊരു ഈ ഒരു വർക്കിന് പോകുവാണെന്ന് തോന്നത്തേ ഇല്ല. നമ്മളൊരു കോളേജിലൊക്കെ പോകുന്ന പോലെ വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി പെട്ടെന്ന് ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട്, ഇതിൻ്റെ കൺട്രോളർ ദീപു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ വർക്ക് ചെയ്യാം, ഇങ്ങനെ സി കേരളമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഇതിന് മുന്നേ സി കേരളത്തിൻ്റെ തന്നെ ലാസ്റ്റ് പ്രോജക്റ്റ് നീയും ഞാനുമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സി കേരളം അതെ സി കേരളം ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് ഓക്കെ ആണ്, ഞാൻ വരാം. അപ്പോൾ ടൈം ചോദിച്ചപ്പം 6:30 ആണ് എന്ന് പറഞ്ഞു. 6:30 എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ക്രൂഷ്യലായ ഒരു ടൈമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ വന്നൊന്ന് സെറ്റായി ഒക്കെ ഉള്ളൊരു ടൈമാണ്. അപ്പോൾ എന്നാലും ഓക്കെ. എന്നിട്ടും അത് 300 എപ്പിസോഡ്സ് പോയി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. മലയാളികളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല കഥയുണ്ടെങ്കിൽ ആ സീരിയൽ എത്ര ടൈമിലായാലും അവർ കണ്ടിരിക്കും. അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരു 500 ഒക്കെ ആകുമ്പോഴത്തേൻ്റെ റേറ്റിംഗ് 1 ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു സീരിയൽ തന്നെയാണ്. ഈ കഥാപാത്രം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പം മൊത്തത്തിലുള്ള കഥാപാത്രങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സുശീല എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിലെ ഹീറോ ആയിട്ടുള്ള വിശാൽ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അച്ഛൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഭയങ്കര ലവ്വിങ് ആണ് ഈ ഒരു ക്യാരക്ടർ. വിശാൽ, എൻ്റെ ഏട്ടൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്. അവർക്ക് ഒന്നും വരരുത്, അങ്ങനത്തെ ഇതൊക്കെയാണ്. പക്ഷെ പാർവതി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് അത്ര താല്പര്യമില്ല. കാരണം ഒരുപാട് പൊങ്ങച്ചൊക്കെയുള്ള ഒരാളാണ് സുശീല. അപ്പം പാർവതി എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ആ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ക്യാരക്ടർ കാണിച്ചു പോകുന്നത്. പാർവതി എന്തൊക്കെ നന്മ ചെയ്താലും ശരി, സുശീലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പം എന്ത് കാര്യം പാർവതി ചെയ്താലും അതിനകത്ത് ഇതെന്താ അങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു കുറ്റം അതെന്തായാലും പറഞ്ഞു എല്ലാം ഉള്ളൊരു ക്യാരക്ടറാണ്. എന്ത് നല്ലത് ചെയ്തിരുന്നാലും അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കും, ഇല്ലെങ്കിലും കണ്ടുപിടിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ ആ പാചകക്കാരനെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഉപ്പ് കൂടി അല്ലെങ്കിൽ അത് കൂടി ഇത് കൂടി എന്ന് പറയും, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കുളമാക്കാൻ നോക്കും. അപ്പം എനിക്ക് കൂടുതലായിട്ടും കോമ്പിനേഷൻ സീൻസ് വരുന്നത് ജാസ്മിൻ്റെ കൂടെയൊക്കെയാണ്. അപ്പം ജാസ്മിൻ എനിക്ക് എപ്പോഴും ജാസ്മിൻ വിശാലിനെ കല്യാണം കഴിക്കണം ഇങ്ങനെയൊക്കെയാണ്. ജാസ്മിൻ വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ എനിക്ക് വീട്ടിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാനും ജാസ്മിനും കൂടിയാണ് എപ്പോഴും പാർവതിക്കിട്ട് ഓരോ പണി കൊടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കല്യാണം കഴിച്ചത് വേറെ പിരിച്ചിട്ട് ഈ ജാസ്മിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു കല്യാണത്തിന്റെ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. അതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഈ ജാട, അഹങ്കാരം എന്നൊക്കെ ഇപ്പൊ പറഞ്ഞപ്പോഴേ അങ്ങനെ ജീവിതത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കല്യാണെ കണ്ടു കഴിഞ്ഞാൽ? പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ഞാൻ കല്യാണെ ആദ്യം ഇൻവൈറ്റ് ചെയ്തപ്പോൾ സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്തപ്പം കല്യാണെ ആ സൈഡിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കിയാണ്, എന്നെ അറിയത്തില്ല. പിന്നെ ഞാൻ പപ്പച്ചേട്ടനോട് ചോദിച്ചു, ഭയങ്കര ജാടയുള്ള ടീമല്ലേ, അതിന് തോന്നുന്ന ആള് പാവുക,
ആള് മാറി നിൽക്കുന്ന അടുക്കുമ്പോൾ അറിയാൻ ആ, തുടങ്ങി. അതെ. അങ്ങനെ വിഷമം തട്ടിയിട്ടുണ്ടോ അങ്ങനെ ജാട എന്നൊക്കെ പറഞ്ഞിട്ട്? അല്ല, അതിപ്പോ ശീലമായി, അങ്ങനെ കേട്ട് ശീലമായി. ആദ്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അയ്യോ അതെന്താ അങ്ങനെ പറയുന്നതെന്നും ആദ്യമൊക്കെ തോന്നുമായിരുന്നു. പിന്നെ പിന്നെ മനസ്സിലായി, ഓക്കെ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നെ അറിയാവുന്നവരാരും അത് പറയില്ല എന്ന് മനസ്സിലായി. പിന്നെ അത് തോന്നാറില്ല. ആദ്യം ജാടയാണെന്ന് കേൾക്കുമ്പോഴത്തേക്കും അത് അങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ? അതെ, അത് കഴിഞ്ഞ് ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറും. അതെ. അല്ല ഇതിപ്പം എനിക്ക് സംസാരിച്ചപ്പോൾ എൻ്റെ ആ ഒരു ഉള്ളിലുള്ള ഒരു വിഷമം മാറി. അപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് മാറി. പക്ഷെ എനിക്കൊന്ന് അന്ന് ഉഗ്രനായിട്ട് ഏതാണ്ട് ഒരു 3-4 ഡാൻസ് അന്ന് ഗ്രൂപ്പ് ഡാൻസ് അന്ന് ആയിട്ട് ഞാൻ കളിച്ചു. 2 ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ 6-7 ഡാൻസ് അവിടെ തന്നെ കളിച്ചു, ആ ടീമിലൂടെ കളിച്ചതിനകത്ത്. അപ്പോൾ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടോ? ഷോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഞാൻ അത് കഴിഞ്ഞും ഞാൻ അവരുടെ കൂടെ തന്നെ ഞാൻ ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു നല്ല ഷോ അത് വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എല്ലാം കയറി ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് നല്ലത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പഠിച്ചിട്ടുണ്ട്. എല്ലാം ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ റിയാറ്റയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറെ വലുതായപ്പോഴത്തേക്കും പിന്നെ ഇപ്പം എല്ലാം ചെയ്യും. ഫ്രീ സ്റ്റൈലാണ്. എല്ലാം വേണമല്ലോ, നമുക്ക് എല്ലാ സ്റ്റൈലും വേണം. അഭിനയം എല്ലാം തീർച്ചയായിട്ടും വേണം. ഇപ്പം എല്ലാവർക്കും അറിയേണ്ട ഒരു ആകാംക്ഷയുണ്ട്. അതിപ്പം കല്യാണി കാണുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നും, കുട്ടികളില്ലെന്ന് തോന്നും, ഒരു സ്റ്റിൽ ബാച്ചലർ ആണെന്നൊക്കെ തോന്നും, ഐ ഫീൽ. പക്ഷെ കല്യാണം വിവാഹിതയാണോ? അല്ല അല്ല. എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. ഇപ്പം പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ എല്ലാം ട്രിവാൻഡ്രത്താണ്. ഞാൻ ഡിഗ്രി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു, ഓൾ സയൻസിലാണ്. അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം ഞാൻ ഈ ആക്ടിങ്ങിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ടൈം ആക്ടിങ് തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ ഷോസ്, ആക്ടിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കൂടുതലായിട്ട് ഇൻവോൾവ് ആണോ അതോ? അങ്ങനെ ഭയങ്കര ഇൻവോൾവ്മെന്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ഭയങ്കര ആക്റ്റീവും അല്ല, എന്നാൽ ആക്റ്റീവ് അല്ലാതെയും അല്ല, ഒരു മീഡിയം അങ്ങനെ. അല്ല, സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന, ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു നവവധുവിനെ വീട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നുള്ളത്. അതായത് ഈ ഡൗറിയുടെ കേസും പറഞ്ഞിട്ട്. അപ്പം അതിനെതിരെ, ഡൗറി എന്നുള്ളത് അതിനെതിരാണോ, അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഗെയിൻസ്റ്റ് ആണ്. കാരണം ഞാൻ ആ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടായിരുന്നു. ഭയങ്കര ചീപ്പാണ്. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരാളുടെ വീട്ടിലേക്ക് കയറി വരുവാണ്. തീർച്ചയായിട്ടും. എന്നിട്ട് അവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയത് പോരാ, എനിക്ക് ഇനിയും കിട്ടണം എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി എന്താണ്, എത്ര കിട്ടിയാലും ആർത്തി മാറാത്ത കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് കല്യാണം കഴിക്കാൻ പോകരുത്. കിട്ടാൻ വേണ്ടി കുറേ മർദ്ദനങ്ങൾ ആ കുട്ടി ഏറ്റു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് കണ്ടായിരുന്നു? ഏതെങ്കിലും ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അപ്പം വിഷമം തോന്നിയ കാര്യം കുറേ അധികം ഉറപ്പായിട്ടും തലയിലൊക്കെ ഇടിച്ചതായിട്ടാണ് പറഞ്ഞത്. അപ്പം കല്യാണി, അങ്ങനെയൊക്കെ മാനസികാവസ്ഥയുള്ള ആൾക്കാർ എന്ത് പറയാനാണ്? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പം കല്യാണി ഇപ്പം വിവാഹം കഴിക്കാൻ പോവാണ്. അപ്പോൾ വരുന്ന ആള് ഡൗറി ഒന്നും ആദ്യം വേണ്ടാന്ന് പറയുന്നു. പക്ഷെ ചെന്ന് കയറുന്ന വീട്ടിൽ അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാകുന്നു. ഒരു കലാകാരിയാണ്, ഡൗറിയിൽ കൂടുതൽ എതിർത്തിക്കുന്ന ഒരാളാണ്. എങ്ങനെ പ്രതികരിക്കും? ഉറപ്പായിട്ടും ഞാനത് സഹിച്ച് അവിടെ നിൽക്കില്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫ് എനിക്ക് നോക്കണം. അവിടെ നിന്ന് പോയാൽ ചിലപ്പം നാളെ എനിക്ക് എന്ത് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇപ്പം ഒരുപാട് പൈസ, ഒരുപാട് കാശ് വേണം, സ്വത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ നാളെ എന്തും ചെയ്യാം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പാർട്ട്ണറെ എനിക്ക് ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ വെക്കും.